നമ്മുടെ ഹോസ്റ്റൽ വെളിയിലുള്ള ഹോസ്റ്റലുകളും പോലെയല്ല കേട്ടോ. ഇന്നിപ്പോൾ നടക്കുന്നത് യൂണിയൻ്റെ പരിപാടിയാണ്. നമ്മുടെ യൂണിയനെ ജയിപ്പിച്ചതിൻ്റെ നമ്മുടെ പിള്ളേർക്ക് ചിലവ് കൊടുക്കുന്ന പരിപാടി കേട്ടോ. അങ്ങനെ നമ്മൾ പിരിവിട്ട് നമ്മൾ തന്നെ കോഴിയും അരിയൊക്കെ മേടിച്ച് നമ്മൾ തന്നെ നമ്മുടെ പിള്ളേർക്ക് ഫുഡ് സെറ്റാക്കി കൊടുക്കാൻ പോകാം കേട്ടോ. മസാലയും കോഴിയൊക്കെ അരിയുന്നുണ്ടോ, നമ്മൾ തന്നെ എല്ലാ പരിപാടിയും. കിച്ചൺകാർക്ക് ഇന്ന് റെസ്റ്റ് കൊടുത്ത്, സാധാരണ കോളേജ് പോലെയല്ല കേട്ടോ, ഇവിടെ കുറച്ച് സമാധാന അന്തരീക്ഷമാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ്റെയും ചോറിൻ്റെ ഒന്നും പണിയില്ലാത്തൊക്കെ നമ്മൾ എന്തെന്ന് വെച്ചാൽ നേരെ നമ്മൾ കിച്ചണിലാണ് പരിപാടി. ക്യാൻറ്റീൻ നമ്മൾ അലങ്കരിക്കാൻ വേണ്ടി കുറച്ച് പേര് പറഞ്ഞു കേട്ടോ. അങ്ങനെ ചിക്കനും ചോറൊക്കെ അടുപ്പിൽ കയറ്റി നമ്മൾ ചമ്മന്തിയല്ല മറ്റേ സംഭവം ഏതായിരുന്നു, ചിക്കൻ്റെ തേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി എല്ലാം ചിക്കനൊക്കെ അതേ പതിപ്പിച്ച് പൊരിച്ചെടുത്ത് എല്ലാം കഴിഞ്ഞ് ചോറൊക്കെ വേവിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മൾ നേരെ കടന്നത് നമ്മുടെ ക്യാൻറ്റീൻ അലങ്കരിക്കുന്ന പരിപാടിയില്ല കേട്ടോ. അങ്ങനെ ക്യാൻറ്റീൻ അലങ്കരിക്കാൻ വേണ്ടി നമ്മൾ ബലൂൺ ആദ്യം എടുത്തോട്ടോ. ബലൂണില്ലാതൊരു പരിപാടിയില്ലല്ലോ. പിന്നെ നമ്മുടെ കയ്യിലുള്ള കാശൊക്കെ കൊണ്ട് കുറച്ച് ലൈറ്റ് സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ ലൈറ്റൊക്കെ സെറ്റപ്പ് ആക്കിയത് ഇങ്ങനെ ക്യാൻറ്റീൻ അലങ്കരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ചോറ് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്, ചോറ് വിളമ്പി വട്ടത്തിൽ ടീമിന് കൊടുക്കും. അങ്ങനെ ആ ടീം നല്ല സന്തോഷമായിട്ട് ചോറ് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ചോറ് കഴിക്കുന്ന ഇടയിൽ നമ്മൾ കുറച്ച് ആധുനിക സെറ്റപ്പ് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചോറ് കഴിക്കുന്ന ഇടയിൽ നല്ല പാട്ട് പാടാൻ കഴിവുള്ളവർ അവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കും, ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കും. ഇവർ പാട്ട് പാടി വെറുപ്പിക്കാൻ വന്നവർ കേട്ടോ. ഇവരെ പാട്ട് കേൾപ്പിച്ചത് അങ്ങനെ സംഭവം നല്ല കളറായിട്ട് അവസാനിച്ചു കേട്ടോ. ഈ പരിപാടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട എല്ലാവർക്കും ഈ വീഡിയോയിലൂടെ ഞാൻ നന്ദി അറിയാം കേട്ടോ. അങ്ങനെ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ പാത്രം കഴിവെച്ചിട്ടാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.